ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ടോസ്റ്റി ലൈഫ്. ഇന്ന് ഇപ്പോൾ രാവിലെ ഞാനും മിന്നുൻ്റെ സ്കൂളിലേക്ക് പോവാം കേട്ടോ. എനിക്കൊരു 8 മണിയാകുമ്പോഴത്തേക്കും എത്തണം. അപ്പം മിന്നുവിനെ വാനിൽ കയറ്റിയിട്ട് ഞാൻ ഇറങ്ങി. ഇന്ന് നമ്മുടെ PTA മീറ്റിംഗ് ആണ്. അതായത് നമുക്ക് ലാസ്റ്റ് മീറ്റിംഗ് ആണ്. ഞങ്ങളുടെ ടേം കഴിഞ്ഞു. പുതിയ ആൾക്കാർക്കുള്ള ഹാൻഡ് ഓവറാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തി. എല്ലാവരും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ സമയം തന്നെ നമുക്ക് തോന്നി നമ്മൾ 2-3 പേര് കൂടിയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയത് വടക്കേക്കോട്ടയിലെ ഐ ഡൽഹി ക്യാഫേയിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞു നമുക്കൊന്ന് അവിടെ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പോയി. സംഭവം കൊള്ളാം കേട്ടോ. നമുക്ക് ഇരിക്കാനൊക്കെ കുറേ സിറ്റിംഗ് സ്പേസ് ഒക്കെ കുറേ ഉണ്ട്. നമ്മൾ പോയിട്ട് അവിടെ നിന്ന് കഴിച്ചത് പൊടി തട്ട് ഇഡലിയും അതേപോലെ അത് അവരുടെ സ്പെഷ്യലാണ്. പിന്നെ അതിൻ്റെ കൂടെ മസാല ദോശയും കഴിച്ചു. പിന്നെ കോഫിയും കുടിച്ചു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരാൾ അവിടെ നിന്ന് ഓഫീസിലേക്ക് വിട്ടു. പിന്നെ ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു പടം കാണാമെന്ന്. അങ്ങനെ നമ്മൾ ഫോറം മോളിൽ പോയി. അവിടെ പോയി PVRൽ നമ്മൾ മറ്റേ ചിന്ന ചിന്ന ആശ എന്നുള്ള പടം കണ്ടു. ആദ്യം നമ്മൾ എത്തിയപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുൾ തിയേറ്റർ നമുക്ക് മാത്രമായിരുന്നു. പിന്നീട് ഇച്ചിരി ആൾക്കാരും കൂടെ വന്നു കേട്ടോ. അങ്ങനെ പടമൊക്കെ കണ്ട് നല്ല പടം കേട്ടോ. അതായത് സൈലൻ്റ് ആയിട്ടുള്ള അധികം ബഹളമൊന്നും ഇല്ലാത്ത ഇമോഷണൽ ആയിട്ടുള്ള ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെ സീറ്റ് നമ്പർ വന്നിട്ട് മിന്നു പറയുന്ന പോലെ 6-7 ആയിരുന്നു. അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ട് പിന്നെ അവിടെ താഴെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ലുലുവിൻ്റെ. അപ്പോൾ പിന്നെ അവിടെ കയറി ഇച്ചിരി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് ആണ് നമ്മൾ ഇറങ്ങിയത് തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്താ പറയുക, നല്ല നല്ല രീതിക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ആക്ച്വലി സ്കൂളിലെ മീറ്റിംഗ് മാത്രം ഓക്കെ, അത് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ ബാക്കിയൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ പോയതും ഒക്കെ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, കുറേ പ്ലാൻ ചെയ്തിരിക്കാണ്ട് പെട്ടെന്ന് പോകുമ്പോഴാണ് നമ്മളത് എൻജോയ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഇന്ന് നല്ല എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നോർമലി ഇവിടെ കടയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകലുണ്ട്. അടുത്തൊക്കെ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് അങ്ങ് ആക്റ്റീവ് എടുത്ത് അങ്ങ് പോയി വരും. പക്ഷേ എന്താ പറയുക, ഇന്ന് വലിയ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ലുലുവിൽ പോയി ഇങ്ങനെ തന്നെ സാധനങ്ങളിങ്ങനെ സമാധാനത്തോടെ ഓരോന്നോരോന്ന് എടുത്ത് വയ്ക്കുമ്പം അതും ഒരു തെറാപ്പീനെ പോലെ ആയിരുന്നു എനിക്കിന്ന് തോന്നിയത്. ഞാൻ അതും എൻജോയ് ചെയ്തു, സത്യം പറയാലോ. പെട്ടെന്ന് എടുത്തിട്ട് വന്നു, പക്ഷെ സ്റ്റിൽ എന്താ പറയുക, മോളും എല്ലാവരും ഉണ്ടെങ്കിൽ എത്ര കണ്ടാണേലും ശ്രദ്ധ ഇങ്ങനെ അയ്യോ മിന്നു എന്താ ചെയ്യുന്നത്, പിന്നെ അവളുടെ കുറേ സാധനങ്ങൾ കൊണ്ടിടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു പീസ്ഫുള്ളായിട്ട് അങ്ങനെ എപ്പോഴും പോകുമ്പോൾ അധികം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയി സാധനങ്ങൾ ലുലു പോയി വാങ്ങിയത്, അപ്പം സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അത് എനിക്കതും എന്താ പറയുക,
ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാൽ ചിരി വരുമായിരിക്കും, പക്ഷെ സ്റ്റിൽ ഞാൻ അതും എൻജോയ് ചെയ്തു. സോ യാ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.